ഇരയോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം കൂടുകയും ചെയ്യുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയക്കാരൻ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ജീവിതം വലിയ ചോദ്യചിഹ്നമാവുകയാണ്. എപ്പോഴും താൻ BJPക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും BJPയുടെ എതിരാളിയാകാൻ കോൺഗ്രസിനെ തകർക്കാൻ നോക്കുകയും ചെയ്ത നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. എല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ വരെ ഒതുക്കിക്കളഞ്ഞ കെജ്രിവാളിന് പക്ഷെ ഇനി വരാൻ ഇരിക്കുന്നത് എട്ടിന്റെ പണിയാണ്. AAPയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുകുകയാണ്. കെജ്രിവാളിന്റെ ആഡംബര വസതിയുമായി ബന്ധപ്പെട്ട പരാതികളിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിനോട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 40,000 സ്ക്വയർ ഫീറ്റിൽ 8 ഏക്കറിലായി നിർമ്മിച്ച വസതി ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ച് നവീകരിച്ചതിലാണ് ഇനി അന്വേഷണം നടക്കാൻ പോകുന്നത്. ദില്ലി പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദർ ഗുപ്ത അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആഡംബര വസതിയിലെ അഴിമതി കെജ്രിവാളിനെതിരെയുള്ള ഒരു പുതിയ കേസാണ്. അതിനു മുൻപ് മദ്യനയത്തിലെ കോടികളുടെ തട്ടിപ്പിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയും മനീഷ് സിസോദിയ എന്ന ഉപമുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയുമെല്ലാം തിഹാർ ജയിലിൽ അകത്ത് കിടന്നത് മാസങ്ങളോളമായിരുന്നു. അതിന്റെ പണി വേറെ കിട്ടാനുണ്ട്. അതിന്റെ ബാക്കി കിടക്കുന്നതിനിടയിലാണ് ആഡംബര വസതി കൂടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. 40,000 സ്ക്വയർ ഫീറ്റിൽ 8 ഏക്കറിലായി നിർമ്മിച്ച വസതി ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ച് നവീകരിച്ചതിലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത്. മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആം ആദ്മിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ BJP ദില്ലിയിൽ മെനയുന്നത്. മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഡൽഹിയിൽ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പുകൾ വേണമെന്ന് ഉദ്യോഗസ്ഥർക്ക് BJP നിർദ്ദേശം നൽകിയതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള മറ്റൊരു അന്വേഷണവും കൂടി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മൊഹല്ല ക്ലിനിക് ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ AAPക്കെതിരായ അഴിമതി ആരോപണങ്ങളിൽ ഉടൻ അന്വേഷണം പ്രഖ്യാപിക്കാനും BJP നീക്കം നടത്തി തുടങ്ങി. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയം ധാർമ്മികതയില്ലാത്തതായിരുന്നു. BJPയെ എതിർക്കാൻ വേണ്ടി BJPയുടെ അതേ വർഗീയ നയം സ്വീകരിച്ചവരായിരുന്നു പലയിടത്തും ആം ആദ്മി പാർട്ടി. ദില്ലി കലാപം ഉണ്ടാക്കിയത് കെജ്രിവാൾ സർക്കാരിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു എന്നതും നമ്മൾ പറഞ്ഞത് കേട്ടതാണ്. BJPക്ക് ബദലാകാൻ BJPയുടെ അതേ രീതികൾ പിന്തുടരുകയും മതേതര പാർട്ടികളുടെ തകർച്ച സ്വപ്നം കാണുകയും ചെയ്ത കെജ്രിവാൾ ഇടയ്ക്ക് വെച്ച് അഴിമതിയിലും പങ്കാളിയായതാണ് അവരെ പിടികൂടാൻ ഏറ്റവും പെട്ടെന്ന് പറ്റിയത്. ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയക്കാരന് പതനം ഉറപ്പാണ് എന്നത് ചരിത്ര സത്യം കൂടിയാണ്.